ഒരു ബിസിനസ്സുകാരനാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇല്ല എന്നായിരിക്കും. ജോലി മതി, ഉള്ളതൊക്കെ മതി എന്നൊക്കെ ആയിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? ആക്ച്വലി നമുക്ക് ബിസിനസ്സുകാരനാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇതാണ് ബിസിനസ്സിലെ പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ അതിൽ ലാൻഡും ലേബറും എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചാലും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്യൂ ആണ്, അല്ലേ? ഫിനാൻഷ്യലി ഇഷ്യൂ ആണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് മുടക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഏത് എന്നുള്ളത് വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ചപ്പാത്തി കമ്പനി വന്നു, അല്ലേ? അപ്പോൾ നാട് മുഴുവൻ ചപ്പാത്തി കമ്പനി വന്നു. തിരുപ്പൂർ ഔട്ട്ലെറ്റ് വന്നു, നാട് മുഴുവൻ തിരുപ്പൂർ ഔട്ട്ലെറ്റായി. അതിനിടയിൽ നമ്മൾക്കൊരു കൊറോണ പ്രശ്നം വന്നു, അല്ലേ? ആ സമയത്ത് എല്ലാം പുറത്തുള്ള വിദേശത്തുള്ള നമ്മുടെ പ്രവാസികളെല്ലാവരും തിരിച്ചെത്തി ഏറെക്കുറെയൊക്കെ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോൾ കൂടുതൽ ആളുകളും ചൂസ് ചെയ്തത് ബാങ്കിങ് മേഖലകളാണ്, പ്രൈവറ്റ് ബാങ്കുകൾ, അല്ലേ? കുറേ നിധി ലിമിറ്റഡുകളൊക്കെ വന്നു. അതോടുകൂടിയിട്ട് ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേത് ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മൾ ചെയ്ത് കണ്ട് വിജയിച്ചാൽ, മീൻസ് നമ്മൾ വിജയിച്ചത് കണ്ടിട്ട് മറ്റൊരാൾ ആ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളും സക്സസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് എതിരാളികൾ കൂടിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്തിട്ട് നമ്മൾ തുടങ്ങിയ ആ ഒരു പുതിയൊരു മേഖല കണ്ടുപിടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരും അത് തന്നെ ചൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് കൂടും, ശരിയല്ലേ? ഇപ്പോൾ എപ്പോഴും നമ്മൾക്ക് എതിരാളികളില്ലാത്ത മേഖലകളാണെങ്കിലോ നമ്മൾ ചെയ്യുന്ന മേഖല എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത മേഖലകളായിരിക്കണം ഒന്ന്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് എതിരാളികളില്ല. നമുക്ക് സഹപാഠികൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ പാർട്ട്നേഴ്സാണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി, ഒരു ഹോട്ടൽ തുടങ്ങി എന്ന് വിചാരിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഹോട്ടലിൽ അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതേ ഒരു അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ബെറ്റർ ടേസ്റ്റിൽ ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബിസിനസ് കുറയും, ശരിയല്ലേ? ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, തൊട്ടപ്പുറത്തൊരു 3-4 ടെക്സ്റ്റൈൽസുകൾ വന്നാൽ നമ്മുടെ കസ്റ്റമേഴ്സ് എണ്ണം കുറയും, ശരിയല്ലേ? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു കമ്പനി ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണം പറഞ്ഞുതരാം. നമ്മൾ തുടങ്ങി വിജയിക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളെ അറിയുന്ന ആളുകൾ നമ്മുടെ കൂടെ ആയിരിക്കും കൂടുതൽ അസോസിയേറ്റ് ചെയ്യും, ക്ലിയർ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണോ കിട്ടിയത് അത് അവർക്കും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അവർക്ക് വരുമാനം ഉണ്ടാക്കും തോറും, അവരുടെ വരുമാനം കൂട്ടാൻ നമ്മൾ സഹായിക്കും തോറും നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി കുറേ വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നത് കേട്ടോ. കുറേ കമ്പനികൾ ഞാൻ പഠിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു കമ്പനിയായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഈ ഒരു പിടിച്ചു നിർത്തുന്ന ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സമയം, ഒരു 2 to 5 ഇയർ, 2 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങളുടെ സമയം ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ക്യാഷ് മുടക്കണ്ട കേട്ടോ, സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിട്ടയർ ലൈഫിലേക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ ഈ 2 വർഷം മുതൽ 5 വർഷം വരെ എന്ന് പറയുന്നത് 2 വർഷം നിങ്ങൾക്ക് സ്ട്രഗ്ലിംഗ് പീരീഡാണ്. സ്ട്രഗ്ലിംഗ് മീൻസ് ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് കുറച്ച് വരുമാനം കുറവായിരിക്കാം. ഒരു വർഷം ചിലപ്പോൾ നിങ്ങളുടെ കൊണ്ടുവരുന്ന വ്യക്തികളും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ടീം മെമ്പേഴ്സും നിങ്ങളുടെ പാർട്ട്നേഴ്സൊക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ റോക്കറ്റ് സ്പീഡിൽ പോവുകയും ചെയ്യും കേട്ടോ, ചിത്രം മാറുകയും ചെയ്യും. മാക്സിമം എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ റേഞ്ചിനനുസരിച്ച് ആൾക്കാരാണല്ലോ വരിക നമ്മുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഒരു താമസം വന്നാൽ കൂടെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ അത്യാവശ്യം ഒരു 50K മന്ത്ലി ഇൻകത്തേക്ക് എത്താൻ പറ്റും, മിനിമം കേട്ടോ. മാക്സിമം എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് റേഞ്ചിലും പോകാൻ പറ്റും. ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ നമുക്കൊരു നല്ല കമ്പനി എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളിത് പറയുന്നത് ആരോടാണെന്നുള്ളത് ചിന്തിക്കുക. ഒന്ന് നമ്മുടെ ഫാമിലി, അല്ലേ, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ്. ഈ 3 കാറ്റഗറി ആൾക്കാരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ, അല്ലേ? അറിയാത്ത ഒരാൾ പോയിട്ട് നമ്മൾ പറയുമോ? ഇല്ല.
അപ്പോൾ പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പാരമ്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് നല്ലൊരു വ്യക്തമായ ധാരണ വേണം. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? കമ്പനിയുടെ പാരമ്പര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ, നമ്മൾ ഉപയോഗിച്ച ക്വാളിറ്റി നമുക്ക് എന്താ പറയുക, തൃപ്തി വേണം ആ ഒരു ഉൽപ്പന്നത്തെ പറ്റി. നുണ പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് നുണ പറയേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ, നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപയും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യസന്ധത എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നുണ പറയാൻ പാടില്ല ഈ ഇൻഡസ്ട്രി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറയാ വെച്ചാൽ തള്ളി മറിക്കരുത്. ക്ലിയർ? ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ട 3 ക്വാളിറ്റിയാണ്. ഒന്ന്, നിങ്ങളുടെ വിവരമോ വിദ്യാഭ്യാസമോ നിങ്ങളുടെ ക്വാളിറ്റിയോ ഒന്നും ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു പ്രശ്നമല്ല, മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. ഓക്കെ. രണ്ടാമത്തത്, പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മാത്രം നിങ്ങൾ പറയുക, അതായത് സത്യസന്ധമായിട്ട് മാത്രം പറയാൻ തയ്യാറാവുക. മൂന്നാമത്തത്, ഇത് ആളുകളെ ചേർക്കുന്നതോ അല്ലെങ്കിൽ ആളുകളെ പിടിക്കുന്നതോ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി അല്ല. വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ആളുകൾ വേണം. വേണ്ടേ? ഒരു ലൂണാർ ചെരുപ്പ് അല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഇടണമെങ്കിൽ ആൾ വേണ്ടേ? ഒരു ചായപ്പൊടി, ഒരു കാപ്പിപ്പൊടി, വട്ടവർ ഇട്ട് മേ ബി എന്ത് സാധനമാണെങ്കിലും ആളുകളിലൂടെ മാത്രമാണ് ബിസിനസ് നടക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന ലക്ഷ്യം. പക്ഷേ ഈ നെറ്റ്വർക്കിൽ വരുന്ന ആളുകൾക്ക് എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമറായിട്ട് ബിസിനസ്സിലേക്ക് ആളുകൾക്ക് വരാം, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിട്ട് വരാം, പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പാർട്ട് ടൈം ആയിട്ട് 1, 2, 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാം. ഇനിയല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറയില്ല, കാരണം പണിയും തുറവില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലാതെ പണി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. എടുക്കാൻ മടിയുള്ളവന് പറഞ്ഞിട്ടുള്ള പണിയല്ല ഡയറക്റ്റ് സെല്ലിംഗ് ബേസ്. ചില ആൾക്കാരുടെ താല്പര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണില്ലേ, ഈ ബസ് സ്റ്റോപ്പിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരില്ലേ. ബസ് സ്റ്റോപ്പ് മീൻസ് വെറുതെ ഒരു ഫ്രീ പ്ലേസിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം ചിലവഴിക്കുന്ന കുറേ ഇൻസ്റ്റയിലൊക്കെ വെറുതെ പോസ്റ്റൊക്കെ ഇട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മടിയന്മാരായിട്ടിരിക്കുന്ന അങ്ങനത്തെ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നിന്ന് ക്ഷമയോടുകൂടി പഠിക്കാനും സത്യസന്ധമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും തയ്യാറുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. താങ്ക് യു.